Santosh Nair. Hello friends, എൻ്റെ പേര് സന്തോഷ് നായർ. ഞാനൊരു ആന്ത്രപ്രനർ കോച്ചാണ്. എൻ്റെ കമ്പനിയുടെ പേര് സ്മാർട്ട് ട്രെയിനിങ് ആൻഡ് കൺസൾട്ടൻസി സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഞങ്ങൾ ബോംബെയിലാണ് ബേസ്. ബോംബെയിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും കോടിക്കണക്കിന് ആന്ത്രപ്രനേഴ്സ്, ബിസിനസ് വുമന്മാരുടെ ബിസിനസ്സിനെ മുമ്പിലോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളൊരു ട്രെയിനിങ്, കോച്ചിങ്, കൺസൾട്ടിങ്, കൗൺസിലിംഗ് കമ്പനിയാണ്. 5000 ബിസിനസ്മാൻമാർ ബോംബെ തന്നെ ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആന്ത്രപ്രനർ ഗുരുകുൽ എന്ന് പറഞ്ഞ ഈ കോഴ്സ് ഒരു 5 കോടിയുടെ ബിസിനസ്മാന്റെ ആഗ്രഹമാണ് 50 കോടി എങ്ങനെ ആവണം, അവിടുന്ന് 100 കോടി എങ്ങനെ ആവണം, അവിടുന്ന് 200 കോടി എങ്ങനെ ആവണം, അവിടുന്ന് 500 കോടി എങ്ങനെ ആവണം, 5000 കോടി എങ്ങനെ ആവണം, ഒരു ജോയ് ആലുക്കാസ് എങ്ങനെ ആവണം, ഒരു ശോഭ ഡെവലപ്പേഴ്സ് എങ്ങനെ ആവണം, ഒരു VKC എങ്ങനെ ആവണം, ഒരു ലൂണാർ എങ്ങനെ ആവണം, ഒരു കല്യാൺ ജുവലേഴ്സ് എങ്ങനെയാണോ, ഒരു കല്യാൺ സിൽക്സ് എങ്ങനെയാണോ, ഒരു മുത്തൂറ്റ് ഫൈനാൻസ് എങ്ങനെയാണോ, എല്ലാവരും ആ ശ്രമത്തിലാണ്. എന്നാലും കോടിക്കണക്കിന് ബിസിനസ് എല്ലാ കൊല്ലവും സ്റ്റാർട്ട് ആയാൽ തന്നെയും ഒത്തിരി കുറവ് ആൾക്കാർ ആ വലിയ ഉയരത്തിൽ എത്താറുള്ളൂ. അതെന്താണ് അങ്ങനെ? ആ സബ്ജക്റ്റിന്റെ പേരാണ് വൈ ഡു ആന്ത്രപ്രനേഴ്സ് മിസ് ദി ബസ്. ഇപ്പൊ നിങ്ങൾ 5 കോടിയിലാണ് വിചാരിച്ചോ, ഒരു 10 കൊല്ലത്തിൽ 10 ഇയേഴ്സിൽ 5 കോടി, ഇതേ 10 കൊല്ലത്തിൽ 50 കോടിയിൽ നിങ്ങൾ ആവാമായിരുന്നു. ഇന്ന് നിങ്ങൾ 10 കൊല്ലത്തിൽ 5 കോടിയിലാണ്. ഇതേ സെയിം പീരീഡിൽ നിങ്ങൾ 50 കോടിയിലും ആവായിരുന്നു. സപ്പോസ് നിങ്ങൾ ഒരു 50 കോടിയായിരുന്നു 10 കൊല്ലത്തിൽ, ഇതേ സെയിം പീരീഡ് ഈ 10 കൊല്ലത്തിൽ നിങ്ങൾ 50 കോടിയല്ല 500 കോടി ആവായിരുന്നു. അതെന്താ ആവാതിരുന്ന? ആ സബ്ജക്റ്റിന്റെ പേരാണ് വൈ ഡു ആന്ത്രപ്രനേഴ്സ് മിസ് ദ ബസ്. നമ്മൾ ഈ ആന്ത്രപ്രനേഴ്സും ബിസിനസ് വുമന്മാരും ഈ ബസ് നമ്മൾ എങ്ങനെ മിസ് ചെയ്തു? ഈ 500 കോടിയുടെ 50 കോടിയുടെ ബസ് മിസ് ചെയ്ത് 5 കോടിയിലും 50 കോടിയിലും എങ്ങനെ നമ്മൾ അങ്ങനെ നിന്നുപോയി? അതാണ് ഈ സബ്ജക്ട് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. വൈ ഡു ആന്ത്രപ്രനേഴ്സ് മിസ് ദ ബസ് എന്ന് പറഞ്ഞാൽ 1000 ബിസിനസ്മാൻമാര് 1000 ബിസിനസ് തുടങ്ങും എല്ലാ കൊല്ലവും. അതിൽ കൂടുതലായിട്ടും 95% ബിസിനസ് ആദ്യത്തെ കൊല്ലത്തിൽ തന്നെ അങ്ങ് പൂട്ടും. ബാക്കി വരുന്ന 4.5% ഒരു 3-4 കൊല്ലം കഴിഞ്ഞാൽ അതും പൂട്ടും, അല്ലെങ്കിൽ അത് ഒത്തിരി സ്ലോ ആയിട്ട് പോകും. വെരി ഫ്യൂ ബിസിനസ്, ഒത്തിരി കുറവ് ബിസിനസ്മാൻമാരാ ഒത്തിരി നാള് വരെ പ്രോഗ്രസീവ്ലി കണ്ടിന്യൂസ് ഗ്രോത്ത് കൊടുത്ത് കമ്പനിയെ നടത്തുന്നത്. അതെന്താ അങ്ങനെ? ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇന്റൻഷൻ കാണത്തില്ല. ചില ആൾക്കാർ ബസ് മിസ് ചെയ്യുന്നതിന് ബിക്കോസ് ഓഫ് പവർ ഓഫ് ഇന്റന്റ്. എന്തുവാ നിങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത? എന്തുവാ വാട്ട് ആർ യു ട്രൈങ് ടു ബിൽഡ്? എന്തുവാ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ്? നിങ്ങളുടെ താജാണോ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്? ഏത് ടൈപ്പിലെ കമ്പനി? ഏഷ്യൻ പെയിന്റ്സ് പോലെ നിങ്ങൾക്ക് കമ്പനി ഉണ്ടാക്കണോ? ലൂണാറിന്റെ പോലെ കമ്പനി ഉണ്ടാക്കണോ? ശോഭ ഡെവലപ്പേഴ്സിനെ പോലെ കമ്പനി ഉണ്ടാക്കണോ? മുത്തൂറ്റ് ഫൈനാൻസിനെ പോലെ ഉണ്ടാക്കണോ? അതോ കൊച്ചൗസേപ്പിന്റെ പോലെ വീഗാർഡ് ഉണ്ടാക്കണോ? എന്തുവാ നിങ്ങളുടെ ഇന്റൻഷൻ ക്ലിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ബസ് മിസ്സായി. അതാണ് ആദ്യത്തെ പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലും ഒരു എന്റർപ്രൈസും. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷ് നായർ, എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്റെ കമ്പനി സ്മാർട്ട്. ഇൻഡിവിജ്വലിന് ബിസിനസ്സിൽ ഗ്രോ ചെയ്യാനുള്ള ആഗ്രഹം കാണത്തില്ല, എന്നാലും എന്റർപ്രൈസ് എന്റെ കമ്പനി ബിസിനസ് ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇൻഡിവിജ്വലിന് ചാലഞ്ച് എടുക്കാനുള്ള മനസ്സ് കാണത്തില്ല, എന്നാലും എന്റർപ്രൈസ് ചാലഞ്ചസ് എടുത്തുകൊണ്ടിരിക്കണം. ഇൻഡിവിജ്വൽ എല്ലാ ചെറിയ ചെറിയ ജോലി സ്വയമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലും എന്റർപ്രൈസിൽ നിങ്ങൾ എല്ലാ ജോലിയും ഡെലിഗേറ്റ് ചെയ്യണം. ഇൻഡിവിജ്വൽ റിസ്ക് എടുക്കാൻ റെഡിയല്ല, എന്നാലും എന്റർപ്രൈസ് റിസ്ക് എടുത്തുകൊണ്ടിരിക്കണം. ഇൻഡിവിജ്വൽ അവരുടെ റിലേറ്റീവ്സിനെ എല്ലാം കൊണ്ടുവന്ന് ഒരു ബിസിനസ് നടത്താനുള്ള ശ്രമത്തില്ല, എന്നാലും നല്ലൊരു എന്റർപ്രൈസ് ഉണ്ടാക്കണമെങ്കിൽ പ്രൊഫഷണൽ ആൾക്കാരെ കൊണ്ടുവന്ന് നമ്മൾ ആ എന്റർപ്രൈസിനെ മുമ്പിൽ കൊണ്ടുപോകണം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇൻഡിവിജ്വലിന് ഡയബറ്റീസ് ആയ എന്റർപ്രൈസിന് ഡയബറ്റീസ് ആവരുത്. ഇൻഡിവിജ്വൽ ഗ്രോ ചെയ്യാനുള്ള സാധ്യതയില്ലെങ്കിൽ, അയാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ, കഴിവില്ലെങ്കിൽ എന്റർപ്രൈസ് ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈ 2 കാര്യം നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഇൻഡിവിജ്വലിന് ഗ്രോ ചെയ്യണമെങ്കിൽ നോ പ്രോബ്ലം, എന്റർപ്രൈസ് ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ അതിൽ ഇരിഞ്ഞാലക്കുടയോ കൊച്ചിയിലോ എറണാകുളത്തോ കാലിക്കറ്റിലോ ട്രിവാൻഡ്രത്താ താമസിക്കുന്നത്, അയാളുടെ ഒരു വീടിനകത്താ താമസിക്കുന്നത്. എന്നാൽ നമ്മുടെ എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ
അത് മാർക്കറ്റിന്റെ അകത്താ താമസിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. അപ്പൊ ആദ്യത്തെ റീസൺ നമ്മൾ ബസ് മിസ്സാക്കുന്നത് പറഞ്ഞാൽ ഇൻഡിവിജ്വലിന് ഗ്രോത്ത് വേണ്ട, എന്റർപ്രൈസിന് ഗ്രോത്ത് വേണം. അപ്പൊ നമ്മൾ ഇത് രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യണം. അതാണ് ഞങ്ങളുടെ ആന്ത്രപ്രനർ ഗുരുകുൽ കോഴ്സ്. ഈ ഗുരുകുൽ കോഴ്സിൽ നിങ്ങൾ എങ്ങനെ സെപ്പറേറ്റ് ആവണം, നിങ്ങളുടെ എന്റർപ്രൈസിനെ കൊണ്ട് ഹൗ ഡു യു സെപ്പറേറ്റ് യുവർ സെൽഫ്, അതാണ് ആദ്യത്തെ ചലഞ്ച് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബസ് മിസ്സാവുന്ന ആന്ത്രപ്രനർഷിപ്പ് വേഴ്സസ് സ്കെയിലിംഗ് അപ്പ്. ആന്ത്രപ്രനർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി കുറെ കഴിവുകൾ വേണം, ഒരു എൻതൂസിയാസം വേണം, ഒരു ഡ്രൈവ് വേണം. അതൊക്കെ കൊണ്ട് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. എന്നാലും നമ്മൾക്ക് സ്കെയിൽ ചെയ്യണമെങ്കിൽ, സ്കെയിൽ ചെയ്യാൻ നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പോകുന്നു, അവിടുന്ന് നമ്മൾ കർണാടകയിൽ പോകുന്നു, അവിടുന്ന് നമ്മൾ ആന്ധ്രാപ്രദേശിൽ പോകുന്നു, അവിടുന്ന് നമ്മൾ മഹാരാഷ്ട്രയിൽ പോകുന്നു, ഗുജറാത്തിൽ പോകുന്നു, ഡൽഹി പോകുന്നു. അങ്ങനെ നമ്മൾ ഓൾ ഓവർ ദ കൺട്രി എക്സ്പാൻഡ് ചെയ്യുന്നു. അങ്ങനെ സ്കെയിൽ അപ്പ് ചെയ്ത് നമ്മൾ ഓൾ ഓവർ ദ വേൾഡ്, UAE-യിലും ദുബായിലും ഗൾഫിൽ എല്ലായിടത്തും, അത് കഴിഞ്ഞ് ലണ്ടനിലും യൂറോപ്പിലും അമേരിക്കയിലും ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലും എല്ലാം നമുക്ക് സ്കെയിൽ അപ്പ് ചെയ്യണമെങ്കിൽ സ്കെയിൽ അപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കഴിവുകൾ വേറെയാണ്. ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയുള്ള കഴിവുകൾ വേറെയാണ്. അതെന്തൊക്കെ കഴിവുകളാണ് അത് നമുക്ക് പഠിക്കാൻ സാധിക്കും ഈ ആന്ത്രപ്രനർ ഗുരുകുൽ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം. മൂന്നാമത്തെ റീസൺ നമ്മൾ ബസ് മിസ് ചെയ്യുന്ന പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒരു സൈഡിൽ ആന്ത്രപ്രനർഷിപ്പ്, മറ്റേ സൈഡിൽ ലീഡർഷിപ്പ്, മറ്റേ സൈഡിൽ മാനേജ്മെന്റ്. ഇത് മൂന്നും ഒരു സാധനം തന്നെയാണോ, ഒരേ കാര്യമാണോ? അല്ല. ആന്ത്രപ്രനറുടെ ജോലി എന്തുവാ? റിസ്ക് എടുക്കുക, പുതിയ പുതിയ റിസ്ക് എടുക്കുക, പല പുതിയ റിസ്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. നമ്മുടെ ഏജ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി കൂടിക്കൊണ്ടിരിക്കണം. അതാണ് ആന്ത്രപ്രനർ, നമ്മുടെ ബിസിനസ്മാന്റെ ജോലി. പിന്നെ വരുന്ന ലീഡേഴ്സിന്റെ ജോലി നമ്മുടെ കമ്പനിക്കകത്ത് കൊണ്ടുവരാനുള്ള മാറ്റങ്ങൾ, ചേഞ്ചസ്, ആ ചേഞ്ചസ് കൊണ്ടുവരാനുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ലീഡേഴ്സിന്. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ മാനേജേഴ്സ്. ഇവരുടെ ജോലി എന്തുവാ? എല്ലാ ദിവസത്തെ നോർമൽ ഡെയിലി ആൾക്കാർ വന്നോ ഇല്ലേ, സ്റ്റോക്ക് വന്നോ ഇല്ലേ, ചെക്ക് മേടിക്കാൻ പോയോ ഇല്ലേ, ചെക്ക് ഡിപ്പോസിറ്റ് ആയോ ഇല്ലേ, അഡ്മിനിസ്ട്രേഷൻ, HR, ആര് വന്നു, ഡിസിപ്ലിൻ, അത് ഇത് ചെറിയ കാര്യങ്ങൾ, സ്റ്റോക്ക് പോയോ, പ്രൊഡക്ഷൻ നടന്നോ ഇല്ലേ, സിമെന്റ് വന്നോ പോയോ, ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആൾക്കാരെ കൊണ്ട് ആൾക്കാരെ കൊണ്ട് ജോലി എടുപ്പിക്കേണ്ട ജോലിയാണ് മാനേജേഴ്സ്. അപ്പൊ മാനേജേഴ്സ് നോർമൽ ഡെയിലി കോംപ്ലെക്സിറ്റി നോക്കിക്കൊണ്ടിരിക്കും. ലീഡേഴ്സ്മാർ കമ്പനിക്കായിട്ട് ചേഞ്ചസ് കൊണ്ടുവരും. ആന്ത്രപ്രനർ ബിസിനസ്മാന്റെ ജോലിയാണ് റിസ്ക് എടുത്തുകൊണ്ടിരിക്കാൻ. ഇത് മൂന്നും നമ്മുടെ കേസിൽ എന്തായി? കൂടുതലായിട്ടും ആന്ത്രപ്രനേഴ്സ് ലീഡറായിട്ട് മാറുന്നു, ലീഡറിൽ നിന്ന് അയാൾ മാനേജറായിട്ട് മാറുന്നു, അയാളുടെ തന്നെ കമ്പനിയിൽ ഒരു എംപ്ലോയി ആയിട്ട് മാറുന്നു, ഒരു വർക്കറായിട്ട് മാറുന്നു. അപ്പൊ അയാളുടെ കമ്പനിയിൽ തന്നെ ഒരു ചീഫ് വർക്കറും ഒരു ചീഫ് വർക്കറുമായിട്ട് മാറുന്നു. ഈ 3 കാര്യവും നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ആന്ത്രപ്രനർഷിപ്പ്, ലീഡർഷിപ്പ്, മാനേജ്മെന്റ്. അതെങ്ങനെ ചെയ്യണം അത് ഞങ്ങൾ ഈ കോഴ്സിൽ പഠിപ്പിക്കാനുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു ബിസിനസ്മാൻമാരായി? ജോലിയും ചെയ്യാറുണ്ട്. നമുക്ക് ഒരു വലിയ കമ്പനിയിൽ അപ്പോളോ ടയർസിൽ പോയി നമുക്ക് ജോലി ചെയ്യാറുണ്ട്. ഒരു ജനറൽ മാനേജറായിട്ട് മാറാമായിരുന്നു, ഒരു വൈസ് പ്രസിഡന്റോ ഒരു ബ്രാഞ്ച് മാനേജറോ അല്ലെങ്കിൽ അതേ കമ്പനിയുടെ CEO ആയിട്ട് നമുക്ക് മാറാമായിരുന്നു. പിന്നെ എന്താ നമ്മൾ ജോലി ചെയ്യുന്നത്? പിന്നെ ഒരു ബിസിനസ് തുടങ്ങിയത്. നമ്മൾ ബിസിനസ് തുടങ്ങിയത് ജോലി വിട്ടോ അല്ലെങ്കിൽ ജോലി ചെയ്യാതെ തന്നെ നമ്മൾ ബിസിനസ് തുടങ്ങി. എന്തിനാ? വി വാണ്ടഡ് ടു എൻജോയ് ആന്ത്രപ്രനേഴ്സിന്റെ 10 റൈറ്റ്സ്, 10 അവകാശങ്ങളുണ്ട്. ഒരു ബിസിനസ്മാൻ നമ്മൾ എന്തിനായി? പല അവകാശങ്ങളുണ്ട് ഒരു ബിസിനസ്മാൻമാർ. ഫ്രീഡം അല്ലെങ്കിൽ അത് റൈറ്റ്സ് എന്ന് പറയും. ഒരു റൈറ്റ്സ് ഓഫ് എൻ ആന്ത്രപ്രനർ, ഫ്രീഡം ഓഫ് എൻ ആന്ത്രപ്രനർ, സ്വാതന്ത്ര്യം എന്ന് പറയും, അവകാശങ്ങൾ എന്ന് പറയും. बोलने दो उसको, उसमें कोई फर्क नहीं पड़ता. तो ഈ അവകാശങ്ങൾ നമുക്ക് ഒത്തിരി ആവശ്യമുള്ള കാര്യമാണ്. നമ്മൾ ആന്ത്രപ്രനർ ആയ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ നമ്മുടെ കമ്പനിയിൽ തന്നെ ഒരു ജോലിക്കാരനായിട്ടോ ഒരു എംപ്ലോയി ആയിട്ട് മാറാൻ വേണ്ടി അല്ല നമ്മൾ ഒരു ആന്ത്രപ്രനർ ആയത്. അപ്പൊ നമ്മൾ ആന്ത്രപ്രനർ ആയത് ടു എൻജോയ് ആന്ത്രപ്രനർ റൈറ്റ്സ്, ആന്ത്രപ്രനർ ഫ്രീഡം, ആന്ത്രപ്രനറുടെ അവകാശങ്ങൾ, അയാളുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടി അയാൾ ഒരു ആന്ത്രപ്രനർ, ഒരു ബിസിനസ്മാൻ ആയിട്ട് മാറുന്നു. അപ്പൊ എത്ര നമ്മുടെ സ്വാതന്ത്ര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എത്ര റൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര അവകാശങ്ങളുണ്ട്? 10 അവകാശങ്ങളാണ്, 10 റൈറ്റ്സ്. ആദ്യത്തെ റൈറ്റ് എന്ന് പറഞ്ഞാൽ
എനിക്ക് ഇഷ്ടമില്ലാത്ത ജോലി എനിക്ക് സ്ട്രെസ് തരുന്നത്. ആദ്യത്തെ റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഡീസ്ട്രെസ്. ഡീസ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രെസ് തരുന്ന ഒരു ജോലിയും നമ്മൾ ചെയ്യരുത്. അതാണ് ആദ്യത്തെ അവകാശം. അതെങ്ങനെ നേടിയെടുക്കണം അതായിരിക്കും ഞങ്ങൾ ക്ലാസ് പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ റൈറ്റ് ടു മൈ ടൈം. അവകാശം നമ്പർ 2, എന്റെ ടൈമിലായിരിക്കും ഞാൻ ജോലി ചെയ്യുന്നത്. ഞാൻ ഇഷ്ടമുള്ള ടൈമിൽ വരും, ഇഷ്ടമുള്ള ടൈമിൽ പോകും. എനിക്ക് എപ്പം വെക്കേഷൻ എടുക്കണം, എപ്പം എന്റെ പിള്ളേരുടെ കൂടെയോ ഭാര്യയുടെ കൂടെ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം ടൈം, എപ്പം ആൾക്കാർ എന്നെ വന്ന് കാണണം, അത് ഞാനാ ഡിസൈഡ് ചെയ്യുന്നു. അതാണ് അവകാശം നമ്പർ 2, റൈറ്റ് ടു മൈ ടൈം. മൂന്നാമത്തെ അവകാശം എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു മൈ വെൽത്ത്. ഞാൻ കോടിക്കണക്കിന് കാശ് ഉണ്ടാക്കും, എന്നാലും കാശ് ഉണ്ടാക്കുന്ന ഒരേ ഒരു കാര്യം ചെയ്തിട്ടായിരിക്കണം. നമുക്ക് കുറെ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്, അത് മാത്രമേ ചെയ്യണം. ഏത് കാര്യത്തിൽ നമ്മൾ എക്സ്പേർട്ടാണ്, ഇഷ്ടമുണ്ട്, ആ കാര്യം മാത്രം ചെയ്യണം. ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യത്തിനു വേണ്ടിയും ഈ വേൾഡിൽ 1000കണക്കിന് ആൾക്കാർ നമ്മുടെ കീഴിൽ ജോലി ചെയ്യാൻ വേണ്ടി റെഡിയുണ്ട്. അപ്പൊ നമ്മൾ ആ ജോലി ഒന്നും ചെയ്യരുത്, ഇഷ്ടമില്ലാത്ത ജോലി ഒന്നും ചെയ്യരുത്. യു ഷുഡ് ഓൺലി ഡു വാട്ട് യു ലവ് ടു ഡു ആൻഡ് വാട്ട് യു ഡു ബെസ്റ്റ്. നമ്മൾ ബെസ്റ്റ് ആയിട്ട് ചെയ്യണം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യാവൂ. അതിനാണ് നമ്മൾ ആന്ത്രപ്രനർ ആയത്. അതാണ് നമ്മുടെ റൈറ്റ് നമ്പർ 3, മൂന്നാമത്തെ അവകാശം. നാലാമത്തെ അവകാശം എന്ന് പറഞ്ഞാൽ നാലാമത്തെ അവകാശം എന്ന് പറഞ്ഞാൽ ഫോക്കസ്, റൈറ്റ് ടു ഫോക്കസ്. നമുക്ക് ചില കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം. സപ്പോസ് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം, ഞാനൊരു മലയാളം മീഡിയത്തിലാണ് പഠിച്ചിരിക്കുന്നത് സപ്പോസ്. അപ്പൊ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. അവകാശം നമ്പർ 4 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഫോക്കസ് ചെയ്യാം. എന്റെ സ്വയം ഇഷ്ടമാണ്, ഞാൻ അവിടെ ഫോക്കസ് ചെയ്യും. ഞാനൊരു ആന്ത്രപ്രനർ ആയത് എനിക്ക് ഫോക്കസ് ചെയ്യാനുള്ള കാര്യത്തിൽ തന്നെ മാത്രം ഞാൻ ഫോക്കസ് ചെയ്യും. അപ്പൊ ഐ വോണ്ട് ടു ഫോക്കസ് ഓൺ മൈ ഹെൽത്ത്. സപ്പോസ് എനിക്ക് എന്റെ ഹെൽത്തിന്റെ പുറത്ത് ഫോക്കസ് ചെയ്യണം. അപ്പൊ കുറെ ടൈം ഞാൻ എന്റെ ഹെൽത്തിന്റെ പുറത്ത് ഫോക്കസ്. സപ്പോസ് എനിക്ക് എന്റെ ഭാര്യയുടെ പുറത്ത് ഫോക്കസ് ചെയ്യണം. എന്തിനും ഐ ഹാവ് നോട്ട് ബീൻ സ്പെൻഡിങ്, ഞാൻ അത്ര ടൈം അവളുടെ കൂടെ കൊടുക്കുന്നില്ല. അപ്പൊ അവിടെ എനിക്ക് ഫോക്കസ്. സപ്പോസ് എനിക്ക് എന്റെ ഹെൽത്തിനെ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ എന്റെ പിള്ളേരുടെ പുറത്ത് ഫോക്കസ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ പോകും, അല്ലെങ്കിൽ എന്റെ ബിസിനസ്സിൽ ചില സിസ്റ്റംസും പ്രോസസ്സും ഇടാൻ വേണ്ടി അവിടെ മാത്രം എനിക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ അത് നമ്മുടെ റൈറ്റ് നമ്പർ 4 ആണ്. നമുക്ക് ഫോക്കസ് ചെയ്യാം. ആരും നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ ഒക്കത്തില്ല. നോബഡി ക്യാൻ സ്റ്റോപ്പ് us. അതാണ് നമ്മുടെ റൈറ്റ് നമ്പർ 4. റൈറ്റ് നമ്പർ 5 എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു സ്ട്രാറ്റജൈസ്. ഒരു 3 കൊല്ലോ 4 കൊല്ലം കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ആലോചിച്ച് അതിന്റെ പ്ലാൻ എങ്ങനെ ഉണ്ടാക്കണം, ഇതിന്റെ റൈറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ 2018, 2019 ഇന്നോട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് എന്റെ കമ്പനി സ്മാർട്ട് എങ്ങനെ ആവണം, ഏതുപോലത്തെ ആൾക്കാരെന്റെ കൂടെ ജോലി ചെയ്യണം, എന്തായിരിക്കും ഇവിടുത്തെ സിസ്റ്റംസ്, ഏതായിരിക്കും ഞങ്ങളുടെ ടെക്നോളജി, എന്തായിരിക്കും ഞങ്ങളുടെ സ്ട്രക്ചർ, എങ്ങനെയായിരിക്കും ഞങ്ങളുടെ സ്കിൽസും നമ്മുടെ കഴിവുകളും, ഏതൊക്കെ കഴിവുകൾ നമ്മുടെ കമ്പനിയുടെ അകത്ത് വേണം, എവിടെയായിരിക്കും ഓഫീസ്, ഏതൊക്കെ കൺട്രീസിലായിരിക്കും നമ്മുടെ 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 ഓർഗനൈസേഷന്റെ സെറ്റപ്പ്, ഏത് ടൈപ്പിലെ പ്രൊഡക്ട്സ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്ന 2018-19. ഇത് 2014 ഇരുന്ന് ആലോചിക്കാനുള്ള നമ്മുടെ റൈറ്റ് നമ്പർ 5, റൈറ്റ് ടു സ്ട്രാറ്റജൈസ്. 1000കണക്കിന് ബിസിനസ്മാൻമാരും അവർക്കറിയത്തില്ല 5 കൊല്ലം കഴിഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം. അപ്പൊ ഈ റൈറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ റൈറ്റ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ആ റൈറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, നമ്മൾ ആ ബസ് മിസ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ആ ഫ്രീഡം മിസ്സായി പോകുന്നു. ഫ്രീഡം മിസ്സായി പോയാൽ നമ്മൾ ഒരു തൊഴിലാളിയായിട്ടും നമ്മുടെ തന്നെ കമ്പനിയിൽ ഒരു എംപ്ലോയി ആയിട്ടും മാറും. റൈറ്റ് നമ്പർ 5 ഇസ് റൈറ്റ് ടു സ്ട്രാറ്റജൈസ്. റൈറ്റ് നമ്പർ 6 എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് ടു അട്രാക്ട്. നമുക്ക് അട്രാക്ട് ചെയ്യാൻ നോക്കും നല്ല നല്ല ആൾക്കാരെയും നല്ല നല്ല സിസ്റ്റംസും നല്ല ബാങ്കും നല്ല ഇൻവെസ്റ്റ്മെന്റിനും അട്രാക്ട് ചെയ്യാനുള്ള നമ്മുടെ ഒരു ഏറ്റവും വലിയ റൈറ്റ് ആണ് റൈറ്റ് നമ്പർ 6, റൈറ്റ് ടു അട്രാക്ട്. ഏറ്റവും നല്ല ആൾക്കാർ നമ്മുടെ കൂടെ ജോലി ചെയ്യണം, ഏറ്റവും നല്ല ബാങ്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യണം, ഏറ്റവും നല്ല സപ്ലയേഴ്സും ഏറ്റവും നല്ല കൊളാബറേഷൻ ആൾക്കാർ നമ്മുടെ കൂടെ വരണം. അവർ നമ്മുടെ കൂടെ വരണമെങ്കിൽ നമ്മുടെ റൈറ്റ് നമ്പർ 6 നമുക്ക് എക്സസൈസ് ചെയ്യണം, റൈറ്റ് ടു അട്രാക്ട്. എന്താ നമുക്ക് അട്രാക്ട് ചെയ്യാൻ നോക്കാത്ത? എന്തിനാ നമ്മൾ സ്വയം നമ്മുടെ തന്നെ കമ്പനിയിൽ ഒരു തൊഴിലാളിയായിട്ട് മാറിയാൽ, ഒരു എംപ്ലോയി ആയിട്ട് മാറിയാൽ ആ റൈറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. Therefore, റൈറ്റ് നമ്പർ 6 is the right to attract. റൈറ്റ് നമ്പർ 7 എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ത്രൈവ്. പല ബിസിനസ്മാൻ പറയും ഇനി എനിക്ക് ഗ്രോ ചെയ്യേണ്ട,
ഇവിടം വരെ എത്തിക്കുമ്പോൾ തന്നെ എനിക്ക് ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും ഡയബറ്റീസും പല ടൈപ്പിലെ ഇല്ലസിനും വന്നു. അപ്പൊ അത് കാരണം ഒരു ഗിൽറ്റി, ഒരു 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 അപരാധ ബോധം, ഞാൻ ബിസിനസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഫ്രീഡം കിട്ടിയില്ലല്ലോ. അപ്പൊ റൈറ്റ് നമ്പർ 7 എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ത്രൈവ്. ത്രൈവ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസ് മൾട്ടിപ്ലൈ ചെയ്യണം. അത് നമ്മുടെ ഒരു റൈറ്റാണ്. അത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം അതറിയത്തില്ല കൂടുതലായിട്ടും ആൾക്കാർക്ക്. അതാണ് ഞങ്ങൾ ആന്ത്രപ്രനർ ഗുരുകുൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നടത്തുന്നത്. പിന്നെ റൈറ്റ് ടു മൈ കോസ്, റൈറ്റ് നമ്പർ 8 എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു മൈ കോസ്. നമ്മൾ ഒരു രാവിലെ എണ്ണിക്കുമ്പോൾ എന്നോട് ആൾക്കാർ ചോദിക്കും, സാറേ എന്തിനാ എല്ലാ ദിവസം രാവിലെ എണ്ണിക്കുന്നത്? അപ്പൊ എന്റെ കയ്യിൽ ഒരു വിഷൻ കാർഡ് ഉണ്ട്, സ്മാർട്ടിന്റെ വിഷൻ കാർഡ്. ആ വിഷൻ കാർഡിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസം രാവിലെ എണ്ണിക്കുന്നത് ടു ബിൽഡ് സക്സസ് സ്റ്റോറീസ് by enabling people and organizations to rise above their limiting paradigms and thereby thrive in a constantly changing world. എല്ലാ ദിവസവും രാവിലെ ഞാൻ എന്തിനാ എണ്ണിക്കുന്നത്? ടു ബിൽഡ് സക്സസ് സ്റ്റോറി. നിങ്ങളുടെ സക്സസ് സ്റ്റോറി ബിൽഡ് ചെയ്യാൻ വേണ്ടിയാ ഞാൻ എല്ലാ ദിവസവും രാവിലെ. എങ്ങനെ? നിങ്ങളിൽ ഇരിക്കും നിങ്ങളുടെ പാരഡൈമും ബൗണ്ടറീസും. ചെറിയ നമ്മൾ ഓരോ ബൗണ്ടറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ബൗണ്ടറിക്കകത്ത് നമ്മൾ ജോലി ചെയ്യും. ഈ ബൗണ്ടറി ബ്രേക്ക് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റിയാണ് ഞങ്ങളുടെ കമ്പനി സ്മാർട്ടിന്റെ എൻഡ്. അപ്പൊ ഞാൻ അവിടെ നിങ്ങളെ പഠിപ്പിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ ഏതൊക്കെ ബൗണ്ടറീസ് ഉണ്ട് ആ ബൗണ്ടറിയെ ഞാൻ ബ്രേക്ക് ചെയ്യും. അപ്പൊ എല്ലാ ദിവസവും രാവിലെ ഞാൻ എന്തിനാ എണ്ണിക്കുന്നത്? ടു ബിൽഡ് യുവർ സക്സസ് സ്റ്റോറി ബൈ എനേബിളിംഗ് യു. നിങ്ങളെ ഏബിൾ ഉണ്ടാക്കും, നിങ്ങളുടെ ബൗണ്ടറീസിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എല്ലാ ദിവസവും. ഇതാണ് എന്റെ കോസ്. നിങ്ങളുടെ കോസ് എന്തുവാ? എന്തിനാ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ബെഡിൽ നിന്ന് പുറത്തിറങ്ങുന്നത്? വെറുതെ പെൻഡിങ് ജോലികൾ തീർക്കാൻ വേണ്ടിയാണോ? അതോ ഇന്നലെ ഏതാണ്ടൊക്കെ നമ്മള് മീറ്റിംഗ് ഫിക്സ് ചെയ്തായിരുന്നു, അതിന്റെ പെൻഡിങ് ജോലിയൊക്കെ തീർക്കാൻ വേണ്ടിയാണോ എണ്ണിക്കുന്നത്? അപ്പൊ നിങ്ങളുടെ കയ്യിൽ കോസ് ഇല്ല. കോസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്രേറ്റ് കമ്പനി ഉണ്ടാക്കാൻ ഒക്കത്തില്ല. And therefore right number 8 is known as right to my cause. Right number 9 എന്ന് പറഞ്ഞാൽ ഒരു right to a better tomorrow. ഒരു നല്ല നാളെ, ഒരു നല്ല ടുമോറോ ഉണ്ടാക്കിയെടുക്കാനുള്ള റൈറ്റ് നമ്പർ 9 ആണ് നമ്മുടെ. റൈറ്റ് നമ്പർ 10 എന്ന് പറഞ്ഞാൽ റൈറ്റ് ഫ്രോം കമോഡിറ്റൈസേഷൻ. കമോഡിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? എല്ലാ കുറേ ബിസിനസ്മാൻമാര് പ്രൈസ് താഴെ കൊണ്ടുവരുന്നു, പ്രോഫിറ്റ് താഴോട്ട് കൊണ്ടുവന്നു, സർവീസ് ഇൻക്രീസ് ചെയ്യുന്നു, ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു, കമ്മിറ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നു. എല്ലാ ടൈപ്പിൽ നിന്നും നമ്മൾ എല്ലാ ടൈപ്പിലും ഇൻക്രീസ് ചെയ്യുന്നു, വില കുറയ്ക്കുന്നു, പ്രോഫിറ്റ് കുറയ്ക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ഇതാണ് കമോഡിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇതാണ് 10ാമത്തെ റൈറ്റ്. കമോഡിറ്റൈസേഷന്റെ ഈ ട്രാപ്പിൽ നമ്മൾ പെടരുത്. അതെങ്ങനെ പെടാതിരിക്കണം? അതാണ് നമ്മുടെ കോഴ്സ്, ദി ആന്ത്രപ്രനർ ഗുരുകുൽ കോഴ്സ്. അപ്പൊ ഞാനിപ്പോ നിങ്ങളോട് ചോദിച്ചാൽ ആർ യു എൻജോയിങ് ഓൾ ദീസ് 10 റൈറ്റ്സ്? ഈ 10 റൈറ്റ്സും നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് ഞാൻ ചോദിച്ചാൽ, കൂടുതലായിട്ടും എന്റെ 30 കൊല്ലത്തെ ആന്ത്രപ്രനർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കേട്ടിരിക്കുന്നത്, ഞങ്ങൾ സാറേ ഈ 10 റൈറ്റ്സ് എൻജോയ് ചെയ്യാറില്ല. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഒരു ആന്ത്രപ്രനറിൽ നിന്ന് ഞങ്ങൾ ലീഡറായിട്ടും ലീഡറിൽ നിന്ന് ഞങ്ങൾ മാനേജറായിട്ടും ഞങ്ങളുടെ കമ്പനിയിലെ തന്നെ ജോലിക്കാരനായിട്ടും ഞങ്ങൾ മാറിയിരിക്കുന്നു. അങ്ങനെയാണ് കൂടുതലായിട്ടും ആൾക്കാർ പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ബസ് മിസ്സാവുന്നു. ഇന്ന് 5 കോടി നമ്മൾ 10 കൊല്ലത്തിൽ ചെയ്തു, നമ്മൾ ആക്ച്വലി 50 കോടിയിൽ ഇരിക്കായിരുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് ആ ബസ് മിസ്സായിപ്പോയി. ആർ യു എൻജോയിങ് ദിസ് 10 ഫ്രീഡംസ് എന്ന് ഞാൻ ആൾക്കാരോട് ചോദിക്കും. ഈ 10 അവകാശങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കൂടുതലായിട്ടും ആൾക്കാർ പറഞ്ഞു, ഐ എം നോട്ട് എൻജോയിങ് ദിസ് 10 റൈറ്റ്സ്. ഈ റൈറ്റ്സ് ഞാൻ എൻജോയ് ചെയ്യുന്നില്ലെന്നാണ് കൂടുതലായിട്ടും ആൾക്കാർ പറയുന്നത്. അതെന്താണ് അങ്ങനെ ആയത്? അപ്പൊ ഈ റൈറ്റ്സ് എങ്ങനെ കയ്യിൽ നിന്ന് പോയി? അത് മനസ്സിലാക്കണമെങ്കിൽ കുറെ കൂടെ നമ്മൾ പുറകിലോട്ട് പോകണം. നമ്മൾ ഇന്നൊരു സക്സസ്ഫുൾ ബിസിനസ്മാൻമാര്, ഞങ്ങൾ ഇന്നൊരു സക്സസ്ഫുൾ ബിസിനസ്മാനാണ്. ഞാനായോ നിങ്ങളായോ ഒരു റീസണബിളി സക്സസ്ഫുൾ ബിസിനസ്സാണ്. നിങ്ങൾക്കൊരു നല്ല ട്രാക്ക് റെക്കോർഡും ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഇൻകമിന് വേണ്ടി നിങ്ങൾ തന്നെ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ആരും ജോലി ചെയ്യില്ല. നിങ്ങളുടെ ഇൻകമിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആരും ചെയ്യത്തില്ല. ഇത് നിങ്ങളുടെ റിയാലിറ്റിയാണ്. മറ്റൊരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ യു ആർ ഓൾ എക്സ്പീരിയൻസ്. നിങ്ങൾക്കൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആവുള്ള കുറെ കൊല്ലത്തെ അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് ഉണ്ട്. 10 കൊല്ലോ 15 കൊല്ലോ 30 കൊല്ലത്തെ എക്സ്പീരിയൻസ്, അനുഭവം. അപ്പൊ എല്ലാവർക്കും തോന്നുന്ന ഈ അനുഭവം നമുക്ക് ഒത്തിരി കണ്ട്യൂസീവ് ആണ്. എന്നാലും നമ്മുടെ അനുഭവം, നമ്മുടെ എക്സ്പീരിയൻസ് തന്നെ നമുക്കായിട്ട് പാരയായിട്ട് മാറുന്നു. 30 കൊല്ലത്തെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ 30 കൊല്ലം കൊണ്ട് നിങ്ങൾ അതേ സെയിം കാര്യങ്ങളാണ് ചെയ്യുന്നു. 30 കൊല്ലം കൊണ്ട് ചെക്ക് സൈൻ ചെയ്യുന്നു. 30 കൊല്ലം കൊണ്ട് നിങ്ങൾ തന്നെ അക്കൗണ്ട്സ് നോക്കുന്നു.
30 കൊല്ലം കൊണ്ട് നിങ്ങൾ തന്നെ അഡ്മിനിസ്ട്രേഷൻ നോക്കുന്നു, 30 കൊല്ലം കൊണ്ട് നിങ്ങൾ തന്നെ HR നോക്കുന്നു, 30 കൊല്ലം കൊണ്ട് നിങ്ങൾ തന്നെ സെയിൽസ് നോക്കുന്നു, 30 കൊല്ലം കൊണ്ട് പ്രൊഡക്ഷൻ നിങ്ങൾ തന്നെ നോക്കുന്നു, 30 കൊല്ലം കൊണ്ട് മാനുഫാക്ചറിങ് നിങ്ങൾ തന്നെ നോക്കുന്നു, 30 കൊല്ലം കൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളല്ലാതെ നിങ്ങളറിയാതെ ഒരു ബ്രോഷർ വരെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ അതിൽ ഇടപെടണം. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഈ 30 കൊല്ലത്തെയോ 15 കൊല്ലത്തെയോ 20 കൊല്ലത്തെ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുക അനുഭവം നിങ്ങൾക്കായിട്ട് പാരയായിട്ട് മാറും, നിങ്ങൾക്കായിട്ട് ഒരു ട്രാപ്പായിട്ട് മാറും. ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ്. നമുക്ക് ഇന്ന് വരെ അറിയുന്ന കാര്യം എന്തുവാ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമ്മൾ പഠിച്ച് നേടിയെടുത്തോ അതോ പഠിച്ച് എടുത്തോ, ബുക്സോ ഓഡിയോ വീഡിയോ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പോയി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ നമ്മൾ നമ്മുടെ പുറത്ത് ചെലവാക്കി എന്തും പഠിച്ചെടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ട്രാപ്പിൽ ഫിക്സ് ആയിരിക്കുന്നു. ഈ ട്രാപ്പിന്റെ പേരാണ് ആന്ത്രപ്രനർ ചക്രവ്യൂഹം. നമ്മൾ ഒരു ചക്രവ്യൂഹത്തിൽ നമ്മൾ പെട്ടുപോയിരിക്കുന്നു. എന്നാൽ ഈ ചക്രവ്യൂഹിൽ പെട്ടുകഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിനകത്ത് വലിയ ഒരു ക്വാണ്ടം ലീപ്പ്, ഒരു വലിയ ജമ്പ് എടുക്കാനുള്ള മനസ്സുണ്ട്. പല ഐഡിയാസ് നമ്മുടെ മനസ്സിനകത്തുണ്ട്, നമ്മുടെ അകത്തൊരു വിഷനും ഉണ്ട്. എന്നാലും ഇന്ന് വരെ ഒന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു വിഷനും നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതിയിട്ടില്ല. ഇപ്പൊ ഞങ്ങളുടെ കമ്പനിയുടെ 3 ഡിവിഷനാണ്: സ്മാർട്ട് ട്രാൻസ്ഫോർമേഷൻ കമ്പനി, സന്തോഷ് നായർ നോളജ് പ്രൊഡക്ട്സ്. ഈ 3 ഡിവിഷന്റെയും നമ്മുടെ വിഷനുണ്ട്. നമ്മുടെ കോർ പർപ്പസ് എന്തുവാ, കോർ വാല്യൂസ് എന്തുവാ, 20 കൊല്ലം കഴിഞ്ഞാൽ ഈ കമ്പനി എവിടെയൊക്കെ എത്തും, അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വിഷനുണ്ട്. നിങ്ങളുടെ വിഷനുണ്ട്, എന്നാലും ഒന്നും എഴുതി വെച്ചിട്ടില്ല. നല്ല ഒരു ബ്യൂട്ടിഫുൾ 20-25 പേജിലോ ഒരു നല്ല വലിയ സ്ട്രാറ്റജി ഷീറ്റിലോ ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ ആൾക്കാരോട് ചോദിക്കുന്നു എന്താ എഴുതാൻ, അപ്പൊ കൂടുതലായിട്ടും പറഞ്ഞ അതിനെപ്പറ്റി ആലോചിച്ചില്ല, അറിയാൻ വയ്യ, എങ്ങനെ എഴുതാൻ. ബട്ട് ഏറ്റവും വലിയ റീസൺ നമ്മൾ എഴുതാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കും അക്കൗണ്ടബിൾ അല്ല, നമ്മൾ ആർക്കും ആൻസറബിൾ അല്ല, നമ്മളോട് ചോദിക്കാനോ ക്വസ്റ്റ്യൻ ചെയ്യാനോ ആരുമില്ല. അങ്ങനെ ആവുമ്പോൾ ആരുമില്ലാതിരിക്കുമ്പോൾ നമുക്ക് സ്വയം ശരിയായെന്ന് തോന്നുന്ന കാര്യങ്ങളെ നമ്മൾ ചെയ്യാറുള്ളൂ. അതാണ് ഏറ്റവും വലിയ നമ്മുടെ പ്രോബ്ലം. നമുക്കറിയാവുന്ന കാര്യങ്ങളെ നമ്മൾ ചെയ്യുന്നുള്ളൂ, നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നില്ല. ഒന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റിലില്ല, ആരും ചോദിക്കാനില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 10 കൊല്ലത്തിൽ നമുക്ക് 5 കോടിയെ ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കോഴ്സ് ആന്ത്രപ്രനർ ഗുരുകുലിൽ വന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞങ്ങളുടെ റിവ്യൂവേഴ്സ് നിങ്ങളോട് ചോദിക്കുന്നു, അപ്പൊ നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടി വരും. അതൊരു സുഖമുള്ള കാര്യമൊന്നുമല്ല. എന്നാലും അങ്ങനെ അക്കൗണ്ടബിൾ ആവുമ്പോൾ, നിങ്ങൾ എനിക്ക് അക്കൗണ്ടബിൾ ആവുമ്പോൾ, ഞങ്ങളുടെ ടീമിന് അക്കൗണ്ടബിൾ ആവുമ്പോൾ, ഞങ്ങളുടെ കമ്പനി സ്മാർട്ടിനെ അക്കൗണ്ടബിൾ ആവുമ്പോൾ, നിങ്ങളോട് ഞങ്ങൾ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ പറയേണ്ടി വരും. ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊരു സീൻ ആയാൽ തന്നെ നിങ്ങളോട് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യും, നിങ്ങളെ ചാലഞ്ച് ചെയ്യും, നിങ്ങളെ കിക്ക് ചെയ്യും. നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്ത ലെവലിലോട്ട് എത്താനുള്ള ശ്രമം നടത്തും. ഇത് ചെയ്യാതിരിക്കുമ്പോൾ നമ്മളൊന്നും എഴുതിയിട്ടില്ല. എന്താ എഴുതാൻ? ആരും ചോദിക്കാനില്ല. ആരും ചോദിക്കാനില്ലെങ്കിൽ ഒരു 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 ഫോഗിന്റെ പോലെ നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ മുമ്പിലാണ്. ഒരു പുക പോലെയാണ്, ഒരു പുക പോലെ നമ്മുടെ മുമ്പിൽ. നമുക്കൊന്നും കാണുന്നില്ല. ഈ പുകയുള്ളപ്പോൾ, ഫോഗ് ഉള്ളപ്പോൾ, മൂന്നാറിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര പുക പോലെ ഒരു ഫോഗി സിറ്റുവേഷൻ എന്ന് ഇന്ത്യയിൽ ദുന്തെന്ന് പറയും. ഈ ഫോഗി സിറ്റുവേഷൻ നമ്മൾ കാർ കൊണ്ടുപോകുന്ന 20 സ്പീഡിലാണ്. നമുക്ക് ഫുൾ എത്ര ലൈറ്റ് അടിച്ചാലും, ഹെഡ് ലൈറ്റും ഫോഗ് ലൈറ്റ് അടിച്ചാലും നമുക്ക് ഒരു 10-20 സ്പീഡിലേ പോകാൻ ഒക്കത്തുള്ളൂ. എന്തിനും നമുക്ക് മുമ്പിൽ കാണുന്നില്ല. അതുപോലെ തന്നെ ഒരു ബിസിനസ്മാനിന് കാണാതിരിക്കാൻ ഒക്കുമ്പോ അയാൾ ആ സ്പീഡിൽ പോകത്തില്ല. അപ്പോ 5 കോടിയിൽ നിന്ന് 50 കോടി, 50 നിന്ന് 500 കോടി, 500 നിന്ന് 5000 കോടിയുടെ സ്പീഡ് പിടിക്കണമെങ്കിൽ ഈ പുക മാറണം. ഈ പുകയുടെ പേരാണ് ആന്ത്രപ്രനർ ചക്രവ്യൂഹം. നമ്മൾ ഈ ചക്രവ്യൂഹിൽ പെട്ടുപോയി. നമ്മൾ ഈ ചക്രവ്യൂഹം അർജുനന്റെ പറ്റി കേട്ടിട്ട് അയാൾക്ക് ചക്രവ്യൂഹിൽ കയറാൻ അറിയാമായിരുന്നു, അതിൽ നിന്ന് ഇറങ്ങാൻ അറിയത്തില്ല. അതുപോലെ നമ്മൾ ബിസിനസ് കയറി ഒരു 10 കൊല്ലം കൊണ്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൽ നിന്ന് എങ്ങനെ ഊരി പുറത്തിറങ്ങണം അതറിയത്തില്ല. എങ്ങനെ ആൾക്കാരുടെ കയ്യെ കൊടുത്ത് അവരെ കൊണ്ട് നല്ലപോലെ ജോലി എടുപ്പിക്കണം, അവരെ ട്രസ്റ്റ് ചെയ്ത് അവരുടെ കൈ എങ്ങനെ ഡെലിഗേറ്റ് ചെയ്യണം, ഇതൊന്നും നമുക്ക് അറിയത്തില്ല. എന്നാലും അറിയാതിരിക്കുമ്പോ തന്നെ ഭയങ്കര ആക്ഷന്. എല്ലാ ദിവസവും നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ചെയ്യുന്നു, നമ്മൾ ഒത്തിരി എഫേർട്സ് ഇടുന്നു, നമ്മുടെ കയ്യെ നമ്മുടെ മുമ്പിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്നാലും ഈ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കയ്യെ വരുന്നില്ല. എന്താ വരാത്ത?
ഏതൊക്കെ ടൈപ്പിലെ ഓപ്പർച്യൂണിറ്റീസാണ്? ഒരു വലിയ ഓഫീസർ, ഒരു വേൾഡ് കോർപ്പറേഷൻ ഉണ്ടാക്കാൻ, ബ്രാഞ്ചസ് ഓൾ ഓവർ ദ കൺട്രി, റീജിയണൽ ഓപ്പറേഷൻ, നാഷണൽ ഓപ്പറേഷൻ, ഇന്റർനാഷണൽ ഓപ്പറേഷൻ, 5 കോടി 10 കോടി 20 കോടി 50 കോടി 100 കോടി 200 കോടി 500 കോടി 5000 കോടി വരെ നമുക്ക് എത്തിക്കാനുള്ള നമ്മുടെ കയ്യിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എല്ലായിടത്തും ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ നമ്മുടെ കമ്പനി കൊണ്ടുവരാനുള്ള നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എല്ലാ കൊല്ലം ഒരു 10 ചെറിയ ഹോളിഡേയും ഒരു 3 വലിയ 20-25 ഡേയ്സിന്റെ ഹോളിഡേ എടുക്കാനുള്ള നമ്മുടെ കയ്യിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു മാസത്തെ ഒരു ദിവസം ജോലി, ഞാനൊക്കെ ഒരു മാസത്തെ ഒരു ദിവസം മാത്രമേ ഓഫീസിൽ വരാറുള്ളൂ. വൺസ് ഇൻ എ മന്താണ് ഞാൻ വരാം. ഞങ്ങളുടെ 3 CEO അവരെ കാണാൻ വേണ്ടി ഞാൻ ഒരു മാസത്തെ ഒരു ദിവസം വരാം. അവർ ഈ കമ്പനി ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാസത്തിൽ ഒരു ദിവസം വരിക, ഒരു വീക്കിലോ ഒരു സപ്താഹത്തിൽ ഒരു ദിവസം വരണം. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ ഒത്തിരി ജോലി ചെയ്യുന്നു, നമ്മുടെ എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് ഒത്തിരി ഉണ്ട്. നമ്മൾ ഒത്തിരി എക്സ്പെക്ട് ചെയ്യുന്നു, എന്നാലും ആ എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെയിലി പ്രോബ്ലംസ് കയറുന്നു. ഡെയിലി പ്രോബ്ലമിൽ നമ്മൾ കയറിപ്പെട്ട് സ്വയം നശിച്ച് ആംഗ്രി ആയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഡെയിലി പ്രോബ്ലംസിൽ നമ്മൾ ബോക്ക് ഡൗൺ ആവുന്നു. നമുക്ക് തന്നെ ഒരു ഇഷ്ടമില്ലാതെ നമ്മൾ കമ്പനിയെ നടത്തുന്നു. നമുക്കൊന്നും ഒരു സുഖമില്ലാത്ത പോലെയാണ് നമ്മുടെ കമ്പനിക്കകത്ത്. നല്ല സിസ്റ്റംസ് ഇല്ല, നല്ല പ്രോസസ് ഇല്ല. അപ്പൊ നമ്മൾ ഫ്രസ്ട്രേറ്റ് ആവുന്നു. ഫ്രസ്ട്രേറ്റ് എന്തിനാണ്? ആദ്യമൊക്കെ ജോലി കൂടുതൽ ചെയ്യുമ്പോൾ കൂടുതൽ കാശ് കിട്ടും. ഇപ്പൊ ജോലി കൂടിക്കൊണ്ടിരിക്കുന്നു, കാശ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ട്രാപ്പായി പോയി. ആന്ത്രപ്രനർ ചക്രവ്യൂഹത്തിൽ ട്രാപ്പായി പോയി. നമ്മൾ കുടുങ്ങിപ്പോയി, ഒരു ട്രാപ്പിനകത്ത് കുടുങ്ങിപ്പോയി. അപ്പൊ ഈ ട്രാപ്പിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഒത്തിരി ആൾക്കാർ എന്ത് ചെയ്യും? ഒരു വേറെ ബിസിനസ് അങ്ങ് തുടങ്ങും. അവർ വേറെ സ്ഥലത്തോട്ട് അവരുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്തു. അവർ വിചാരിക്കുന്നു ഞാൻ ഇതിൽ ചക്രവ്യൂഹത്തിൽ പെട്ടുപോയിരിക്കുന്നു, കുടുങ്ങിപ്പോയിരിക്കുന്നു. അപ്പൊ വേറൊരു ബിസിനസ് തുടങ്ങിയാൽ നമ്മുടെ ഈ ചക്രവ്യൂഹം നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ 2 ചക്രവ്യൂഹം. ആക്ച്വലി ഈ ചക്രവ്യൂഹം പുറത്തിറങ്ങാൻ വേണ്ടി നമ്മൾ വേറൊരു ബിസിനസ് തുടങ്ങുന്നു. ആ ബിസിനസ്സിൽ നമ്മൾ ഫർദർ കൊടുക്കുന്നു. അപ്പൊ നമ്മൾ 2 സ്ഥലത്ത് ചക്രവ്യൂഹത്തിൽ പെട്ടുപോകുന്നു. അങ്ങനെ നോക്കുമ്പോ നമ്മുടെ കയ്യിൽ നിന്ന് ഫ്രീഡമും പോയി, നമ്മുടെ റൈറ്റ്സും പോയി, അവകാശങ്ങളും പോയി. നമ്മളൊരു ആന്ത്രപ്രനർ ചക്രവ്യൂഹത്തിൽ ട്രാപ്പായിട്ട് പോകുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലമാണ് ചക്രവ്യൂഹം. എന്താ നമ്മൾ ഈ ചക്രവ്യൂഹം പെട്ടുപോയാൽ? വി ആർ ലോഡഡ് വിത്ത് എ ലോട്ട് ഓഫ് ജങ്ക്. നമ്മൾ ഭയങ്കര ലോഡഡാണ്. ജങ്ക് ആക്ടിവിറ്റീസ് എന്ന് പറയും. ഈ ജങ്ക് ആക്ടിവിറ്റീസ് എന്തുവാ? കാശ് കിട്ടാതിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ജങ്ക് ആക്ടിവിറ്റി. അപ്പൊ ഞാൻ വന്ന് ചെക്ക് ചെയ്തു, കാശൊന്നും കിട്ടത്തില്ല. ഞാൻ വന്ന് അഡ്മിനിസ്ട്രേഷൻ നോക്കുന്നു, കാശൊന്നും വരത്തില്ല. ഞാൻ വന്ന് AC റിപ്പയർ ആയോ, വണ്ടി റിപ്പയർ ആയോ, പ്രൊഡക്ഷൻ നടന്നോ ഇല്ലേ, നമ്മുടെ സ്റ്റോക്ക് പോയോ ഇല്ലേ, നമ്മൾ ഗോഡൌണിൽ പോന്നു, ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ബിസിനസ്മാനിന് കാശ് കിട്ടത്തില്ല. അപ്പൊ ഇതൊക്കെ ജോലിയാണ് ജങ്ക് ആക്ടിവിറ്റീസ്. ജങ്ക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ ആക്ടിവിറ്റീസ് മണി ജനറേറ്റ് ചെയ്യത്തില്ല, കാശ് ജനറേറ്റ് ചെയ്യത്തില്ല, റിസൾട്ട് ജനറേറ്റ് ചെയ്യത്തില്ല, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യത്തില്ല. എന്നാലും ഈ ജോലികൾ ചെയ്യുമ്പോൾ ഒത്തിരി ടൈം നമ്മുടെ പോവും, ഒത്തിരി എഫേർട്ട് ഇടണം, ഒത്തിരി നമ്മുടെ മണിയും പോവും, എഫേർട്ടും പോവും, ടൈമും പോവും. എന്നാലും കാശൊന്നും വരത്തില്ല. കൂടുതലായിട്ടും ബിസിനസ്മാൻക്ക് ഈ കേസ് പിടികിട്ടിയിട്ടില്ല എന്ന് പറയും. അപ്പം എന്താ നമ്മുടെ ഇത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ മാറിയിരിക്കുന്നത്, ഇതൊരു സ്ഥിതിയിലോട്ട് മാറിയിരിക്കുന്നത്? ബിക്കോസ് നമ്മൾ ജോലി തുടങ്ങിയപ്പോൾ ഒരു 10 കൊല്ലം മുമ്പേ ജോലി തുടങ്ങിയപ്പോൾ, 15 കൊല്ലം 20 കൊല്ലം മുമ്പ് ജോലി തുടങ്ങിയപ്പോൾ ഭയങ്കര എന്തൂസിയാസം ആയിരുന്നു. ഒത്തിരി കഠിന പരിശ്രമം, ഒരു ഉന്മേഷം, ഒരു ആവേശം, ഉന്മേഷം, ഭയങ്കര എന്തൂസിയാസം ആയിരുന്നു. ഭയങ്കര ഹാർഡ് വർക്കും, നമ്മൾ ഒത്തിരി എഫേർട്ട് ഇടാൻ റെഡി ആയിരുന്നു. അപ്പൊ ഈ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ജങ്ക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നോൺ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി, കാശ് കിട്ടാതിരിക്കുന്ന പല ആക്ടിവിറ്റിയും നമ്മുടെ തലയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ബില്ലിംഗ് ഉണ്ടാക്കും, അത് നമ്മുടെ സർവീസിന്റെ ഓബ്ലിഗേഷൻ നമ്മുടെ തലയിൽ വരുന്നു. പ്രോസസ്സസും പ്രൊസീജിയറും അങ്ങനെ നമ്മൾ ബിസിനസ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ജങ്ക് ആക്ടിവിറ്റി കയ്യെ കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു ലെവല് വരുമ്പോൾ നമ്മൾ ടോട്ടലി കുടുങ്ങിപ്പോകും. ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങണം. ആന്ത്രപ്രനർ ചക്രവ്യൂഹം നമുക്ക് പുറത്തിറങ്ങണം, രക്ഷപ്പെടണം. എന്നാലും രക്ഷപ്പെടേണ്ട പ്രോബ്ലം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ ഒക്കത്തില്ല. എന്തിനാ?
ഇന്ന് ഈ 5 കോടിയുടെ കമ്പനി ആ 10 കൊല്ലത്ത് ഇതിൽ നിന്ന് 50 കോടിയാണ്. ഇപ്പൊ ഇന്ന് ഞാൻ 5 കോടിയില, എനിക്ക് പോണം 50 കോടി. എന്താ ആവാത്ത? എന്തിനാ എനിക്ക് പോണം 50 കോടി? ഐ വോണ്ട് ടു ഗോ ടു 50 crores. എന്നാലും എന്റെ ഹാബിറ്റ്സ് എല്ലാം 5 കോടിയുടെ, എന്റെ സ്വഭാവങ്ങളെല്ലാം 5 കോടിയുടെ. എനിക്ക് 50 കോടി പോണം. എന്നാലും ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ റിലേഷൻഷിപ്പും 5 കോടി വരെ എത്തിക്കുന്നുള്ളൂ എന്നെ. എനിക്ക് 50 കോടി ചെയ്യണം. എന്നാലും എന്റെ കമ്പനിയുടെ സ്ട്രക്ചർ 5 കോടി വരെ എത്തിക്കുന്നുണ്ട് എന്നെ. എനിക്ക് 50 കോടി പോണം. എന്നാലും എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, പീപ്പിൾ, എന്റെ പ്രോസസ്സസ്, എന്റെ സ്റ്റാഫ്, അവരുടെ കഴിവുകൾ, എന്റെ ആറ്റിറ്റ്യൂഡ്, എന്റെ സ്റ്റാഫിന്റെ ആറ്റിറ്റ്യൂഡ്, എന്റെ ജോലി ചെയ്യുന്ന സ്റ്റൈലും രീതിയും പെരുമാറ്റങ്ങളും, ഞാൻ എന്റെ ടൈപ്പ് ഓഫ് ക്ലയൻസ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്റെ നോളജ്, എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ നോളജ്, എന്റെ സ്ട്രാറ്റജീസ്, എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സ്ട്രാറ്റജി എല്ലാം 5 കോടി വരെ എത്തിക്കുന്നുള്ളൂ. എനിക്ക് 50 കോടി പോണം. എന്നാൽ സ്വഭാവം എല്ലാം 5 കോടിയുടെ. എനിക്ക് 50 കോടി പോണം. എന്നാലും എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ എന്നെ 5 കോടി വരെ എത്തിക്കുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ എവറിത്തിങ് ഈസ് സപ്പോർട്ടിങ് അവർ കറന്റ് പെർഫോമൻസ്. നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വെറും കറന്റ് പെർഫോമൻസ്. അപ്പം നമ്മൾ പെട്ടുപോയിരിക്കുന്നു ആൾക്കാർ ചക്രവ്യൂഹം. നമ്മുടെ കയ്യിൽ നിന്ന് 10 റൈറ്റ്സും പോന്നു, അവകാശങ്ങളും പോന്നു, ചക്രവ്യൂഹിലും പെട്ടുപോന്നു. 10 റൈറ്റ്സും പോയി, അവകാശങ്ങളും പോയി, ചക്രവ്യൂഹിലും പെട്ടുപോകുന്നു. 50 കോടിയിലോട്ടും പോണം. എങ്ങനെ പോണം അറിയത്തില്ല. അതാണ് ഞങ്ങളുടെ ജോലി. സ്മാർട്ട് ട്രെയിനിങ് ആൻഡ് കൺസൾട്ടൻസി സർവീസസ് ഞങ്ങൾ കേരളത്തിൽ ഇനിയും വരുന്നുണ്ട്. കാലിക്കറ്റിലും കൊച്ചിയിലും പല സ്ഥലത്തും ഞങ്ങൾ പ്രോഗ്രാം തുടങ്ങാൻ പോവാം. ഞങ്ങളുടെ ആദ്യത്തെ പ്രോഗ്രാം തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഓൺ ദി 15th May, 15 May ആദ്യത്തെ ഗുരുകുൽ ബാച്ച്, രണ്ടാമത്തെ ഗുരുകുൽ ബാച്ച്. ആദ്യത്തെ ഓൾറെഡി ഒരു ബാച്ച് തുടങ്ങിക്കഴിഞ്ഞു. 5 കൊല്ലം മുമ്പ് ഞങ്ങൾ ഒരു ബാച്ച് ചെയ്തു. ഇപ്പം ഞങ്ങൾ കേരളത്തിൽ വന്ന് എല്ലായിടത്തും ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ബോംബെയിലുണ്ട്, വാശിയിലുണ്ട്, താനെയിലുണ്ട്, രാജ്കോട്ടിലുണ്ട്, റായ്പൂരിലുണ്ട്, അഹമ്മദാബാദിലുണ്ട്, പൂനെയിലുണ്ട്, നാസിക്കിലുണ്ട്, സൂറത്തിലുണ്ട്. അങ്ങനെ ഈ വെസ്റ്റേൺ സോണിൽ ഒരു കളി കളിച്ചിട്ട് ഇപ്പൊ ഞങ്ങൾ സൗത്തിലോട്ട്, കേരളത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 8 May രണ്ടാമത്തെ ഗുരുകുൽ ബാച്ച് ആയിരിക്കും ഞങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങളെ എല്ലാവരും ആന്ത്രപ്രനർ സ്ട്രാറ്റജീസ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കേരളത്തിലോട്ട് വരുന്നത്. ഈ ആന്ത്രപ്രനർ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് തന്ത്രങ്ങൾ. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങൾ. നിങ്ങളുടെ കൂടെ വന്ന് ജോലി ചെയ്യുമ്പോൾ കുറെ കൂടെ ഒക്കെ മലയാളം പഠിക്കാം. അതൊരവസരം എന്റെ മലയാളം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമുക്ക് കൂടെ ഈ ബിസിനസിന്റെ പറ്റി ഞാൻ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ എഡ്യൂക്കേഷൻ തരാൻ വേണ്ടിയാണ് ഞാൻ അവിടെ വരുന്നത്. ഞങ്ങളുടെ കമ്പനി ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്, ആന്ത്രപ്രനർ ഗുരുകുൽ എന്ന് പറഞ്ഞത്. ഇതിൽ 12 സെഷനാണ്, 12 സെഷൻസ്. എല്ലാ 2 മാസത്തിൽ ഒരു ദിവസം, ഒരു 10 to 5, പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് 10 to 5, പിന്നെ ഒരു 2 മാസം കഴിഞ്ഞ് 10 to 5. അങ്ങനെ 12 സെഷൻസാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. ഈ 12 സെഷൻ ചെയ്തുകൊണ്ടിരിക്കും. 2 മാസത്തെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പിൽ ഒരു മാസം തീരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വരും. നമ്മളെ കാണാൻ വേണ്ടി ഞങ്ങളുടെ ബിസിനസ് എൻഹാൻസേഴ്സ്, ഞങ്ങളുടെ റിവ്യൂവേഴ്സ് നിങ്ങളെ വന്ന് കാണും. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടി, അതിലെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും, അതിൽ എന്തെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ക്ലാരിറ്റി തരാനും, അതിലെന്തെങ്കിലും ചാലഞ്ച് ഉണ്ടെങ്കിൽ ആ ചാലഞ്ച് എലിമിനേറ്റ് ചെയ്യാനും, അതിലെന്തെങ്കിലും അടച്ചണങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ ദൂരെ മാറ്റി പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ റിവ്യൂവേഴ്സ്മാര് നിങ്ങളുടെ ഇടയ്ക്ക് വരുന്നതായിരിക്കും. ഈ 2 മാസത്തിന്റെ ഇടയ്ക്ക് ഓരോ മാസത്തിൽ അവർ വരും. അവർ നിങ്ങളെ ഗൈഡ്. അപ്പൊ ക്ലാസ് ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്തു, ട്രെയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റിവ്യൂവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്തു. പിന്നെ നിങ്ങളുടെ തന്നെ ഈ ഫുൾ ടീം, നിങ്ങളൊരു 20 ആൾക്കാർ, 25 ആൾക്കാരോ 30 ആൾക്കാരോ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ആവുകയാണെങ്കിൽ ആ ഗ്രൂപ്പിനെ ഞങ്ങൾ ചെറിയ ഗ്രൂപ്പായിട്ട് ഇത് ഭാഗിച്ച് ചെറിയ ഗ്രൂപ്പ്സ് ഉണ്ടാക്കിയിട്ട് ബഡി മീറ്റിംഗ്, നിങ്ങൾ തന്നെ ഒരു ഗ്രൂപ്പായിട്ടും 1 മാസത്തിൽ 1 പ്രാവശ്യം നിങ്ങൾ തന്നെ ഈച്ച് അതർ യു വിൽ മീറ്റ് ഈച്ച് അതർ. അപ്പൊ നിങ്ങൾ ഓരോ ആൾക്കാരും വേറെ ആൾക്കാരുടെ ബോർഡ് ഓഫ് ഡയറക്ടർ ആയിട്ട് മാറുന്നു, ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അങ്ങനെ നിങ്ങൾ സ്വയം
ഓരോ വേറെ വേറെ ആൾക്കാർ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ആൾക്കാരെ കറക്റ്റ് ചെയ്യണം. ആദ്യത്തെ സെഷനിൽ വൈ ഡു ആന്ത്രപ്രനേഴ്സ് മിസ് ദ ബസ്, എന്തിന് നിങ്ങൾ ഈ 5 കോടിയിലാണ് 50 കോടിയിൽ എങ്ങനെ എത്താതിരുന്നു, അതിന്റെ വൈ ഡു ആന്ത്രപ്രനേഴ്സ് മിസ് ദ ബസ്, അതിന്റെ പാർട്ട് 2 ആയിരിക്കും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആദ്യത്തെ ബാച്ചിൽ ആദ്യത്തെ സെഷനിൽ നടത്താൻ പോകുന്നത്. രണ്ടാമത്തെ സെഷനിൽ നിങ്ങൾ എങ്ങനെ ഡെലിഗേഷൻ ചെയ്യണം, ആൾക്കാരെ കൊണ്ട് ജോലി എങ്ങനെ എടുക്കണം. ഡെലിഗേഷനിൽ 4 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഡെലിഗേഷൻ, ഡീസെൻട്രലൈസേഷൻ, എംപവർമെന്റ്, എനേബിൾമെന്റ്. ഇത് എന്തുവാണ്, എങ്ങനെ ചെയ്യണം, ഇതൊക്കെ ഞങ്ങൾ രണ്ടാമത്തെ ക്ലാസ്സിൽ പഠിക്കും. മൂന്നാമത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ വിഷൻ എങ്ങനെ ഉണ്ടാക്കണം, നിങ്ങളുടെ കോർ പർപ്പസ്, കോർ വാല്യൂസ്, ബിഗ് ഹാരി ഒഡീഷ്യസ് ഗോൾ, വിവിഡ് ഡിസ്ക്രിപ്ഷൻ, അതായിരിക്കും മൂന്നാമത്തെയും നാലാമത്തെയും ക്ലാസ്. വിഷൻ ഉണ്ടാക്കണം. വിഷൻ ഇല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. അപ്പൊ വിഷൻ എങ്ങനെ ഉണ്ടാക്കണം അത് ഞങ്ങൾ പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഈ വിഷൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു സ്ട്രാറ്റജി ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കണം, എല്ലാ 3 മാസത്തെ ഒരു സ്ട്രാറ്റജി ഷീറ്റ് ഉണ്ടാക്കണം. ഈ സ്ട്രാറ്റജി ഷീറ്റ് ആയിരിക്കും നിങ്ങൾക്ക് അടുത്ത 3 കൊല്ലത്തിൽ എന്ത് ചെയ്യണം, അടുത്ത 1 കൊല്ലത്തിൽ എന്ത് ചെയ്യണം, അടുത്ത ക്വാർട്ടറിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്ട്രെങ്സ് എന്തുവാണ്, അതിനെ എങ്ങനെ മാക്സിമൈസ് ചെയ്യണം, നിങ്ങളുടെ വീക്ക്നെസ്സിനെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യണം, നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റിയെ എങ്ങനെ പിടിച്ചെടുക്കണം, നിങ്ങളുടെ മുമ്പിലുള്ള ത്രെഡ്സും അതിനെ എങ്ങനെ മിനിമൈസ് ചെയ്യണം, അതൊക്കെ നമുക്ക് ഈ സ്ട്രാറ്റജി ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ ഡോക്യുമെന്റ് എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ ഗൈഡ് ചെയ്യണം, അതായിരിക്കും നമ്മുടെ 5ാമത്തെ സെഷൻ, which is known as സ്മാർട്ട് വിഷൻ ആൻഡ് സക്സസ് മൾട്ടിപ്ലിക്കേഷൻ സ്ട്രാറ്റജി ഷീറ്റ്. 6ാമത്തെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കമ്പനി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ടോപ്പ് ക്ലാസ് ടാലന്റ് വേണം. കഴിവുള്ള നല്ല ആൾക്കാരെ നമുക്ക് അട്രാക്ട് ചെയ്യേണ്ടി വരും. അവരെ എങ്ങനെ അട്രാക്ട് ചെയ്യണം, അവരുടെ ഇന്റർവ്യൂ എങ്ങനെ എടുക്കണം, അത് ടാലന്റ് അക്വിസിഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു കാര്യം പഠിപ്പിക്കുന്നില്ല. 7ാമത്തെയും 8ാമത്തെയും എന്ന് പറഞ്ഞാൽ സ്മാർട്ട് വെൽനെസ് ഹാബിറ്റ്സ്. ഒരു കമ്പനി നല്ലപോലെ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി അതിന്റെ അകത്ത് ഏതൊക്കെ ഹെൽത്തി ഹാബിറ്റ്സ്, നല്ല സ്വഭാവങ്ങൾ ഒരു കമ്പനിക്കകത്ത് എന്തൊക്കെയാണ്, 5 സ്വഭാവങ്ങൾ വേണം, 5 ഹാബിറ്റ്സ്. ആ 5 ഹാബിറ്റ്സ് എന്തുവാണ്, ആ ഹാബിറ്റ്സ് എങ്ങനെ നമ്മുടെ കമ്പനിയിൽ ഇടണം, അതൊക്കെയാണ് ഞങ്ങൾ 7ാമത്തെ 8ാമത്തെ സെഷനിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മുടെ ഹെൽത്തിന് വേണ്ടി ഇന്ന് രാവിലെ തന്നെ ഞാൻ യോഗ ചെയ്തു, നടക്കാൻ പോയി. അത് ഞാൻ എൻ്റെ പേഴ്സണൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തു. എന്നാലും എൻ്റെ കമ്പനി സ്മാർട്ട് ട്രെയിനിങ് ആൻഡ് കൺസൾട്ടൻസി അതിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ 5 സ്വഭാവങ്ങൾ, 5 ഹാബിറ്റ്സ് വേണം. അതാണ് 7ാമത്തെ 8ാമത്തെ സെഷനിൽ ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്. 9ഉം 10ഉം 11ാമത്തെ സെഷനിൽ സെയിൽസിനെ മൾട്ടിപ്ലൈ എങ്ങനെ ചെയ്യണം അതാണ് പഠിപ്പിക്കുന്നത്. 12ാമത്തെ സെഷനിൽ ലീഡർഷിപ്പിനെ പറ്റി, പീപ്പിളിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ആൾക്കാരെ എങ്ങനെ മാനേജ് ചെയ്യണം, അവരുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യണം, പീപ്പിൾ മാനേജ്മെന്റ്, പ്രൊഡക്ടിവിറ്റി മാക്സിമൈസേഷൻ, അതെങ്ങനെ ചെയ്യണം, അതായിരിക്കും ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഈ 12 സെഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. 8ാം തീയതി മെയ് ഞങ്ങൾ അവിടെ വരും, അവിടെ ക്ലാസ് നടത്തും. കേരള റെപ്രസെന്റേറ്റീവ്സും എന്റെ കൂടെ ജോലി ചെയ്യുന്ന വൈസ് പ്രസിഡന്റും ലക്ഷ്മിയും പല ആൾക്കാരും നിങ്ങളുടെ അടുത്ത് വന്ന് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ച് നിങ്ങളുടെ ബിസിനസ് എവിടെയാണ്, നിങ്ങൾ ഗ്രോപ്പിംഗ് സ്റ്റേജിലാണോ, ഏർലി സക്സസ് സ്റ്റേജിലാണോ, ഗ്രോത്ത് ആക്സിലറേഷൻ സ്റ്റേജിലാണോ, റീഓറിയന്റേഷൻ സ്റ്റേജിലാണോ, കോർപ്പറേറ്റൈസേഷൻ സ്റ്റേജിലാണോ, ലിബറേഷൻ സ്റ്റേജിലാണോ, ഇതിന് 6 സ്റ്റേജ് ഉണ്ട് ഒരു ആന്ത്രപ്രനറുടെ ലൈഫിൽ. ഈ 6 സ്റ്റേജിൽ ഏത് സ്റ്റേജിലാണ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ഏതാണ്, അത് നിങ്ങളെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ബിസിനസ് എൻഹാൻസേഴ്സും ഞങ്ങളുടെ ബിസിനസ് ഡെവലപ്മെന്റ് ടീമും നിങ്ങളുടെ ഇടയ്ക്ക് വരും. അവർ നിങ്ങളുടെ കൂടെ ഒരു 3-4 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുവാണ് ബിസിനസ്സിൽ, അതിൽ നിന്ന് എങ്ങനെ നിങ്ങൾ പുറത്തിറങ്ങും, ഹൗ ക്യാൻ യു ഗെറ്റ് ഔട്ട് ഓഫ് ദീസ് ചാലഞ്ചസ്, അതാണ് ഞങ്ങൾ അവിടെ വന്ന് ചെയ്യാൻ പോകുന്നത്. അറ്റ് ദി എൻഡ് ഞാൻ ഒരു കാര്യം മാത്രം പറയും, എല്ലാ ബിസിനസ്മാന്റെ കയ്യിൽ ഒരു കോച്ച് വേണം. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഒരു കോച്ചുണ്ട്, ബാറ്റിംഗ് കോച്ച്, ഫീൽഡിംഗ് കോച്ച്, ബോളിംഗ് കോച്ച്, ഫിസിക്കൽ കോച്ച്, അങ്ങനെ 4-5 കോച്ചുണ്ട്. ഏറ്റവും ടോപ്പ് കമ്പനീസ് ഇന്ത്യയിൽ നാരായൺ മൂർത്തിക്ക് ഒരു കോച്ചുണ്ട്, അസീം പ്രേംജിക്ക് ഒരു കോച്ചുണ്ട്, മുകേഷ് അംബാനിക്ക് ഒരു കോച്ചുണ്ട്,
വേൾഡിലെ ഏറ്റവും ടോപ്പ് ബെസ്റ്റ് ബിസിനസ്മാൻ ജാക്ക് വെൽഷ്. ജാക്ക് വെൽഷ് എന്ന് പറഞ്ഞാൽ അയാള് ജി എന്ന് പറഞ്ഞ കമ്പനി 30 കൊല്ലം നടത്തി. അയാൾക്ക് ഒരു കോച്ച് ഉണ്ടായിരുന്നു, റാം ചരൺ എന്ന്. സച്ചിൻ ടെണ്ടുൽക്കറുടെ കോച്ച് രമാകാന്ത് ആച്രേക്കർ. അങ്ങനെ ശ്രീരാമിന്റെ കോച്ച് ഗുരു വശിഷ്ഠ്. അങ്ങനെ സർഗായ് ബ്രിൻ ആൻഡ് ലാരി പേജ്, ഗൂഗിളിന്റെ ഓണേഴ്സിന്റെ കോച്ച് രാജീവ് മോട്ട്വാനി. അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ കോച്ച് അരിസ്റ്റോട്ടൽ. റിച്ചർഡ് ബ്രാൻസൺ വെർജിൻ എയർലൈൻസിന്റെ ചെയർമാന്റെ കോച്ച് ഫ്രെഡി ലാക്കർ എന്ന് പറഞ്ഞ ആള്. സാനിയ മിർസയുടെ കോച്ച് മഹേഷ് ഭൂപതി. അങ്ങനെ ഓരോ ആൾക്കാരുടെ എന്റെ പല കോച്ചുകളുണ്ട്. വീരേന്ദ്ര നേഗി ഉണ്ട്, രാജാറാം ഉണ്ട്, PA കൃഷ്ണൻ ഉണ്ട്, രോഹിത് അറോറ ഉണ്ട്, യതിൻ സാമന്ത് ഉണ്ട്. അങ്ങനെ പല കോച്ചസ് എനിക്കുള്ളത്. വേറെ വേറെ രീതിയിൽ ചില ആൾക്കാർ എന്നെ സ്ട്രാറ്റജി എങ്ങനെ പഠിപ്പിക്കുന്നു, ചില ആൾക്കാർ എന്നെ സ്കിൽസ് പഠിപ്പിക്കുന്നു, ചില ആൾക്കാർ എന്നെ ഫൈനാൻസ് പഠിപ്പിക്കുന്നു. അങ്ങനെ എൻ്റെ ബിസിനസ്സിലും പല കോച്ചുകളാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ ഞങ്ങളായിരിക്കും നിങ്ങളുടെ കോച്ച്. എല്ലാ ബിസിനസ്സിലും എല്ലാ മേഖലയിലും, സ്പോർട്സ് ആയാലും ആക്ടിങ് ആയാലും ബിസിനസ് ആയാലും നിങ്ങൾക്ക് വേണം ഒരു കോച്ച്. ആ കോച്ച് ആർക്കും നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യണം, നിങ്ങളെ ചാലഞ്ച് ചെയ്യണം, നിങ്ങളെ ഡയറക്റ്റ് ചെയ്യണം, നിങ്ങളെ ഹിറ്റ് ചെയ്യണം, നിങ്ങളെ കിക്ക് ചെയ്യണം, നിങ്ങളെ കിസ് ചെയ്യണം, നിങ്ങളുടെ ആത്മവിശ്വാസം കൂടി വർദ്ധിപ്പിക്കുന്നു, നിങ്ങളെ കോൺസ്റ്റന്റ്ലി ചാലഞ്ച് ചെയ്യണം. എങ്ങനെ ആരെങ്കിലും നമ്മളെ ചാലഞ്ച് ചെയ്യാനില്ലെങ്കിൽ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചായിരിക്കും നമ്മൾ നടത്തുന്നത്. എക്സ്പീരിയൻസ് വെച്ച് എവിടം വരെ നേടിയെടുക്കാൻ, എന്തൊക്കെ നേടിയെടുക്കാൻ ഒക്കുമായിരുന്നു അതൊക്കെ നമ്മൾ നേടിയെടുത്ത് കഴിഞ്ഞു. ഇനിയും നമ്മുടെ എക്സ്പീരിയൻസ് നമ്മളെ എങ്ങും കൊണ്ടുപോകാൻ പോകുന്നില്ല. മുമ്പിലോട്ട് പോകണമെങ്കിൽ പുതിയ കാര്യങ്ങൾ, പുതിയ കഴിവുകൾ, പുതിയ അറിവുകൾ നേടിയെടുക്കണം. അത് ഞങ്ങളുടെ ട്രെയിനിങ്ങും കൺസൾട്ടൻസിയും കോച്ചിങ്ങിലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ നോക്കും. അപ്പൊ ഞങ്ങൾ വരുന്നു കേരളയിൽ. കാത്തിരിക്കണം. മെയിലായിരിക്കും ഞങ്ങൾ തുടങ്ങുന്നത്. എന്തുവാ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ്സും എന്തുവാ ഇതിന്റെ മോഡസ് ഓപ്പറേണ്ടിയും ഞങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് വന്ന് നിങ്ങളോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ റെപ്രസെന്റേറ്റീവിനോട്ടോ ഞങ്ങളുടെ ഇൻചാർജ് ഓഫ് ദ ഡിവിഷൻ അവരോട് സംസാരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാരിറ്റി എടുത്ത് നിങ്ങളെ എൻറോൾ ചെയ്യുക. 3000 ആൾക്കാർ ബോംബെയിൽ ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞു. 1000 ആൾക്കാർ ഗുജറാത്തിലും 1000 ആൾക്കാർ മഹാരാഷ്ട്രയിലും ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞു. 20 ലക്ഷം ആൾക്കാരെ ഞങ്ങൾ മോട്ടിവേഷണൽ ടോക്ക് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. സ്മാർട്ട് കൺസൾട്ടൻസിയാണ് ഞങ്ങളുടെ മെയിൻ കമ്പനി. സന്തോഷ് നായർ നോളജ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ വേറെ ഒരു ഡിവിഷൻ ഉണ്ട്. അതിൽ ഓഡിയോസും വീഡിയോസും ബുക്സും ഇതുപോലത്തെ മലയാളത്തിൽ പല ബുക്സ് ഉണ്ട്, എൻ്റെ ഓഡിയോസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വായിക്കാം. അതൊക്കെ നോക്കിയിട്ടും നിങ്ങൾ ഡിബേറ്റ് ചെയ്തിട്ട് ഇതിൽ എൻറോൾ ചെയ്യണം. ഇതായിരിക്കും എൻ്റെ ആഗ്രഹം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച് for listening to me. Have a great life. Good luck. Bye bye.